സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. യേശുവിനെ ദൈവമായി രേഖപ്പെടുത്തിയ 3-ാം നൂറ്റാണ്ടിലെ മൊസൈക് ഫലകം പ്രദർശനത്തിന് വാഷിംഗ്ടൺ DC. യേശുവിനെ ദൈവമായി പരാമർശിച്ചിരിക്കുന്ന ഇസ്രയേലിൽ ഹാർമാഗേദോൻ യുദ്ധം നടന്ന സ്ഥലത്തിന് സമീപം കണ്ടെത്തിയ പുരാതന മൊസൈക് ഫലകം വാഷിംഗ്ടൺ DCയിലെ ബൈബിൾ മ്യൂസിയത്തിൽ പ്രദർശനത്തിന്. റോമൻ സാമ്രാജ്യം ക്രിസ്തുവിന്റെ അനുയായികളെ പീഡിപ്പിച്ച കാലഘട്ടത്തിലെ ആദ്യകാല ക്രിസ്ത്യൻ ആരാധനയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഈ ഫലകത്തിന് 18 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2005 ആണ് ഇസ്രയേൽ പുരാവസ്തു ഗവേഷകർ മെഗിദ്ദോ മൊസൈക് കണ്ടെത്തിയത്. ആദിമ ക്രൈസ്തവരുടെ പ്രതീകമായ മത്സ്യത്തിന്റെ ചിത്രങ്ങളും ദൈവമായ യേശു ക്രിസ്തുവിന്റെ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഗ്രീക്ക് ലിഖിതവും മൊസൈക്കിലുണ്ട്. 3 നൂറ്റാണ്ടിലെ ഫലകമാണിതെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15 മുതൽ വാഷിംഗ്ടൺ DCയിലെ ബൈബിൾ മ്യൂസിയത്തിൽ മൊസൈക്ക് ഫലകം പ്രദർശനത്തിനായി തുറന്നു നൽകിയിട്ടുണ്ട്. ഏറെ ശ്രദ്ധ നേടുന്ന ഈ മൊസൈക്കിന്റെ പ്രദർശനം ആദ്യത്തെ പൊതു പ്രദർശനമാണെന്ന് ശ്രദ്ധേയമാണ്. യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്ന ലിഖിതത്തിന് പുറമെ മെഗിദ്ദോ മൊസൈക്ക് നിരവധി സ്ത്രീകളുടെ പേരുകൾ അനുസ്മരിക്കുന്നു. ആദ്യകാല ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് എടുത്തു കാണിക്കുന്നതാണ് ഇതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. മൊസൈക്ക് നിർമ്മിക്കാൻ പണം നൽകിയ റോമൻ ഉദ്യോഗസ്ഥന്റെ പേരുമുണ്ട്. പുരാതന ക്രൈസ്തവ ചരിത്രത്തെ തുറന്നുകാട്ടുന്ന വലിയ അടയാളമാണിതെന്ന് മ്യൂസിയം ഓഫ് ബൈബിൾ CEO കാർലോസ് കാബോ പറഞ്ഞു. എക്സിബിഷന്റെ ഭാഗമായി ബൈബിൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മൊസൈക്ക് 2025 ജൂലൈ വരെ ആളുകൾക്ക് കാണാൻ അവസരമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.